അസ്സലാമു അലൈക്കും. മനസ്സിൽ വലിയ സംഘർഷമുണ്ടാക്കുന്ന വികാരമാണ് കുറ്റബോധം. കുറ്റബോധം പലരുടെയും ജീവിതത്തെ ദുസ്സഹമാക്കുന്നു എന്നതൊരു സത്യമാണ്. ചെയ്യരുതാത്തത് ചെയ്തെന്നും അല്ലെങ്കിൽ ചെയ്യേണ്ടത് ചെയ്തില്ല എന്നും തോന്നുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന വികാരമാണ് കുറ്റബോധം. ഇത്തരം പ്രവൃത്തി മൂലം ധാർമ്മികമായി താൻ അധപ്പതിച്ചെന്നും അതുകൊണ്ട് തന്നെ താൻ ഒരു അധർമ്മ വ്യക്തിയാണെന്നു സ്വയം വിലയിരുത്തുന്നു. തന്നെ സംബന്ധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കിയാലുള്ള അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ അപകർഷതാബോധവും കുറ്റബോധവും ഉണ്ടാകുന്നു. മതങ്ങൾ ധാർമ്മിക മൂല്യങ്ങൾ നിർവചിക്കുന്നതിനാലാണ് മനുഷ്യൻ കുറ്റബോധം കൊണ്ട് വലയുന്നതെന്നും അതിനാൽ കുറ്റബോധത്തിന്റെ ആവശ്യം ഇല്ലെന്നുമുള്ള നിരീശ്വരവാദികളുടെ കാഴ്ചപ്പാട് വലിയ അപകടമുണ്ടാക്കും. ആരും കാണുവാനില്ലാത്ത അവസ്ഥയിലും നിയമത്തിന്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളപ്പോഴും വലിയൊരു വിഭാഗം തെറ്റു ചെയ്യാതിരിക്കുന്നത് ദൈവഭയം ഉള്ളതിനാലാണ്, തെറ്റിനെക്കുറിച്ചുള്ള കുറ്റബോധം ഉള്ളതിനാലാണ്. അതിനാൽ കുറ്റബോധം മനുഷ്യന് വേണമെന്നതിന് സംശയമില്ല. എന്നാൽ അത് ഏത് രീതിയിലായിരിക്കണം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ എന്തെല്ലാം ചെയ്യാമെന്നും എന്തെല്ലാം ചെയ്യരുതെന്നും ഇസ്ലാം വ്യക്തമായി നിർവചിക്കുന്നു. നന്മക്കനുസൃതമായ പ്രതിഫലം തിന്മക്കനുസൃതമായ ശിക്ഷയും ലഭിക്കുന്ന പരലോകമുണ്ടെന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്നു ഖുർആൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ എന്ന കാഴ്ചപ്പാട് ആരെങ്കിലും വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അവർ അത് തിരുത്തേണ്ടിയിരിക്കുന്നു. മനുഷ്യനെ മനുഷ്യനായി കാണാതെ ദൈവമായോ മലക്കായോ കാണുന്ന മതമല്ല ഇസ്ലാം. അതിനാൽ തെറ്റ് ചെയ്തു പോകുക എന്നത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. അതിനാലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കുല്ലു ബനി ആദമ ഖത്താഊന വ ഖൈറുൽ ഖത്താഈന തവ്വാബൂന. ആദം സന്തതികളെല്ലാം തന്നെ തെറ്റ് ചെയ്യുന്നവരാണ്, എന്നാൽ പശ്ചാത്തപിക്കുന്നവരാണ് തെറ്റ് ചെയ്യുന്നവരിൽ ശ്രേഷ്ഠന്മാർ. ശ്രേഷ്ഠന്മാർ എന്ന പ്രവാചകന്റെ പ്രയോഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്. തെറ്റ് ചെയ്തു പോയതിനാൽ തങ്ങൾ ചീത്ത മനുഷ്യരാണെന്ന് ആരും കരുതേണ്ടതില്ല. നല്ലവരായവർക്ക് പോലും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ തെറ്റുകളെ ന്യായീകരിക്കാതെ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നവരാണ് ഉത്തമന്മാർ. പാപമോചനം തേടുന്നത് പതിവാക്കിയ വ്യക്തിയെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു രക്ഷിക്കുകയും ദുഃഖങ്ങളിൽ നിന്നും ശാന്തിയും ഉദ്ദേശിക്കുന്ന മാർഗത്തിൽ ആഹാരവും നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വിശുദ്ധ ഖുർആൻ 39 അധ്യായത്തിൽ 53 വചനത്തിൽ ഉണർത്തുന്നു, കുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പറയുക, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ ദാസന്മാരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാണ്. തീർച്ചയായും അവൻ തന്നെയാണ് ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും. തെറ്റ് ചെയ്തു പോയ എന്റെ ദാസന്മാരെ എന്ന അള്ളാഹുവിന്റെ വിശേഷണം ശ്രദ്ധിക്കുക. ദൈവദാസന്മാർക്കും തെറ്റുകൾ സംഭവിക്കാം. അങ്ങനെ തെറ്റുകൾ സംഭവിച്ചാൽ നിരാശരാകാതെ അള്ളാഹുവിൽ പാപമോചനം തേടുക. എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കും. അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. വിശുദ്ധ ഖുർആനിലെ 47 അധ്യായം മുഹമ്മദിലെ 19 വചനത്തിൽ അള്ളാഹു പ്രവാചകനോട് പറയുകയാണ്, നിന്റെ പാപത്തിന് നീ പാപമോചനം തേടുക. സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വേണ്ടി പാപമോചനം തേടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാപം ചെയ്തിട്ടില്ല. പ്രവാചകനോട് അങ്ങനെ അള്ളാഹു നിർദ്ദേശിച്ചത്, പ്രവാചകന്മാരെല്ലാം മനുഷ്യരാണ്. തെറ്റുകൾ മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. അതിനാൽ തെറ്റ് സംഭവിച്ചാൽ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും പാപമോചനം തേടുകയുമാണ് വേണ്ടതെന്ന് നമ്മളെ പഠിപ്പിക്കാനാണ്. അടുത്ത വചനങ്ങൾ ശ്രദ്ധിക്കുക. സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വേണ്ടി പാപമോചനം തേടുക. പാപം ചെയ്തു പോയെന്ന് കരുതി ആരും സത്യവിശ്വാസികളല്ലാതെയാകുന്നില്ല എന്നതാണ് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പാപമോചനം നൽകുന്നതിൽ അള്ളാഹു പിശുക്കനല്ല. പാപമോചനം നൽകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. പാപം ചെയ്യുകയും പിന്നീട് പാപമോചനം തേടുക, വീണ്ടും അത് ആവർത്തിക്കുക എന്നതല്ല ഇതിനർത്ഥം. മറിച്ച് പാപം ചെയ്തു പോയാൽ അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ച് ദുഃഖിച്ചും കഴിഞ്ഞാൽ അതുകൊണ്ട് ആ വ്യക്തിക്കും സമൂഹത്തിനും ഗുണമില്ല. മറിച്ച് പാപം ചെയ്തു പോയാൽ അതിനെക്കുറിച്ചോർത്ത് പശ്ചാത്തപിക്കുകയും ഒപ്പം ആ തെറ്റ് വീണ്ടും ചെയ്യാതിരിക്കുവാനുള്ള മാനസികാവസ്ഥ കൈവരിക്കുകയുമാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഇതാണ് സമൂഹത്തിനും വ്യക്തിക്കും ഗുണം. ഈ പരിശുദ്ധമായ വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകൾ പാപമോചനത്തിന്റെ നാളുകളാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും
ഈ മാസത്തിൽ ആർജിച്ച നന്മകൾ, ഈ മാസത്തിൽ നാം സ്വായത്തമാക്കിയ വിശ്വാസത്തോടുള്ള ആത്മാർത്ഥതയും ജീവിതകാലം മുഴുവനും നിലനിർത്താൻ ശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും പറയുന്നു. അസ്സലാമു അലൈക്കും.